Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വന്നത് ICSE ക്ലാസ് 10ന്റെ അറേസ് ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: Write a program to input 10 numbers into integer array and input a number and position. Now insert number at that position by shifting the rest of the numbers to the right. The last element is therefore removed from the array. അതായത് മുമ്പ് ചെയ്ത പോലെ 10 നമ്പേഴ്സ് ഒരു അറേയിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ആയിട്ട് വാങ്ങിക്കുക, ഒരു നമ്പറും. എന്നിട്ട് ആ ഇൻഡെക്സിലോട്ട് നമ്മൾ വാങ്ങിയ നമ്പറിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഏത് ഇൻഡെക്സിലായിട്ടാണോ വാങ്ങിച്ചത് അവിടെ കിടക്കുന്ന നമ്പേഴ്സ് തൊട്ട് റൈറ്റിലോട്ടുള്ളതിനെ ഓരോ പൊസിഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറ്റുക? ഇപ്പോൾ ആകെ 10 എണ്ണം അല്ലേ ഉള്ളൂ, അവസാനം കിടക്കുന്ന എലമെന്റ് അങ്ങ് റിമൂവ് ആയിപ്പോ. പിടികിട്ടിയല്ലോ. ഇതായിപ്പോ ഈ അറേ കണ്ടല്ലോ, ഇതിനകത്ത് ഇപ്പൊ 36 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഈ നാലാമത്തെ പൊസിഷനാണ് യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ആയിട്ട് വാങ്ങിച്ചത്, 36 എന്ന് പറഞ്ഞ നമ്പരും. അപ്പൊ എന്ത് പറ്റും? ഇവിടോട്ട് 36 ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ 89 തൊട്ടുള്ള നമ്പേഴ്സ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവസാനം കിടന്ന് 25 ഒക്കെ റിമൂവ് ആവും, 67 വരെ ഉള്ളൂ. പിടികിട്ടിയല്ലോ. അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് ഷിഫ്റ്റ് എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾ സാധാരണ ഓർത്താൽ മതി, ഇപ്പോ 10 കസേര ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഇടയ്ക്കത്തെ കസേരയിലോട്ട് ഒരാൾക്ക് ഇരിക്കണം. അപ്പൊ ബാക്കിയുള്ളവർ റൈറ്റിലോട്ട് നീങ്ങാനാ പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിപ്പോ 4ാമത് കിടക്കുന്ന കസേരയിലാണ് ഇരുന്നെങ്കിൽ അപ്പൊ തൊട്ടടുത്ത് റൈറ്റിൽ ഇരിക്കുന്നവർ അങ്ങോട്ടങ്ങോട്ട് ഓരോ പൊസിഷൻ നീങ്ങണ്ടേ. അപ്പൊ അവസാനം ഇരിക്കുന്ന ആൾക്ക് കസേര കിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പോ സൗട്ട് എൻറ്റർ എലമെന്റ്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് എലമെന്റ്സ് വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? സ്കാനറിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടല്ലേ. സ്കാനർ SE ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പോൾ സ്കാനർ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് എറർ. ഇനി എങ്ങനെയാണ്? നമ്മളൊരു 10 ഇൻഡിജേഴ്സ് ഉള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്യണം അല്ലേ. അറേയുടെ സൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻറ്റ് അറേ സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ് 10. ഓക്കെ, 10 സൈസ് ഉള്ള അറേ അല്ലേ. ഇനി എങ്ങനെയാണ് വാങ്ങിക്കുക? ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ 4 ഇൻറ്റ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ അറേയുടെ ലെങ്ത്. ഇവിടെ ഇപ്പോൾ അറേയുടെ ലെങ്ത് നിങ്ങൾക്ക് അറിയാം 10 അപ്പൊ I ലെസ് ദാൻ 10 കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. I പ്ലസ് പ്ലസ് എന്ന് കൊടുക്കാം. എന്നിട്ട് അറേയുടെ ഓരോ ഇൻഡെക്സിലോട്ടും സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇൻഡ് എന്ന് കൊടുക്കുക. അപ്പൊ എങ്ങനെയാണ്? ആദ്യം ഐയുടെ വാല്യൂ 0 ആണ്, 0 ലെസ് ദാൻ 10 ആണ്. അപ്പോൾ അറേ ഓഫ് 0ലോട്ട് ആദ്യത്തെ എലമെന്റ് ഇൻസേർട്ട് ആവും. I പ്ലസ് പ്ലസ് ആണ്, ഐയുടെ വാല്യൂ 1 ആണ്. അങ്ങനെ ഈ ലൂപ്പ് കഴിയുമ്പോൾ 10 എലമെന്റ് അറേക്കകത്ത് ഇൻസേർട്ട് ആയിട്ടുണ്ടായിരിക്കും. ഇനി എന്താ പറഞ്ഞത്? ഇപ്പോൾ കുറച്ച് പകുതിയെ നമ്മൾ കഴിഞ്ഞുള്ളൂ. 10 നമ്പർ ഇൻഡിജർ അറേ വാങ്ങി. ഇനി എന്താണ്? ഒരു നമ്പറും ഒരു പൊസിഷനും നമ്മൾ ഇൻപുട്ട് ആയിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഏത് ഇൻഡെക്സിലോട്ടാണ് ഇടേണ്ടത്, ഏത് നമ്പറാണ് ഇടേണ്ടതെന്നൂടെ നമ്മൾ ഇൻപുട്ട് വാങ്ങിക്കണം. അപ്പോൾ സിസ് ഔട്ട് എൻറ്റർ വിച്ച് പൊസിഷൻ, ഏത് പൊസിഷനിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇൻഡിജർ വാല്യൂ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇൻറ്റ് പൊസിഷൻ ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട്, എന്തായാലും അതൊരു ഇൻഡിജർ അല്ലേ, നെക്സ്റ്റ് ഇൻറ്റ്. ഇനി എന്താണ്? പൊസിഷൻ വാങ്ങി, ഇനി ഏത് നമ്പറാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന്. സിസ് ഔട്ട് എൻറ്റർ നമ്പർ ടു ബി ഇൻസേർട്ടഡ് കൊടുക്കാം. എന്നിട്ട് അതും ഇപ്പോൾ ഇൻഡിജർ ആണല്ലോ. അപ്പോൾ ഇൻറ്റ് നമ്പർ ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. ഇപ്പം നമ്മൾ പൊസിഷനും വാങ്ങി നമ്പറും വാങ്ങി. ഇനി എന്താണ് പറഞ്ഞത്? ആ നമ്പർ ആ പൊസിഷനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഭാഗം നമ്മൾ വേക്കൻ്റ് ആക്കി ഇടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ കിടക്കുന്ന എലമെന്റ്സിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ വേക്കൻ്റ് ആയി കിടക്കുന്ന സ്ഥലത്തോട്ട് വേണം നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ. അപ്പൊ ആദ്യം നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ആ സ്ഥലം വേക്കൻ്റ് ആയിട്ട് ഇടണമല്ലോ. അപ്പൊ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ ഫോർ ലൂപ്പ് എഴുതുക. അറേ ഐട്രേറ്റ് ചെയ്യണമല്ലോ. I ഈക്വൽ ടു എന്താണ്? എവിടെ തൊട്ടാണ് നമ്മുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇപ്പൊ 0 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട. ഏത് പൊസിഷനിലോട്ടാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ തൊട്ടല്ലേ നമുക്ക് മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സ് എടുക്കാം. ടോട്ടൽ എത്രയാണ് ഇതിന്റെ ലെങ്ത്? 10. ഓക്കെ, അപ്പൊ I ഈക്വൽ ടു 9. അതെന്തുകൊണ്ടാണ് 9 കൊടുത്തത്? 10 ഇൻഡെക്സ് ഉള്ള അറേ എന്ന് പറഞ്ഞാലും 0 തൊട്ട് 9 വരെയല്ലേ ഉള്ളത്, ശരിയല്ലേ? അല്ല 0 തൊട്ട് 10 വരെ അല്ലല്ലോ. അപ്പൊ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 9. I ഈക്വൽ ടു 9. നമുക്ക് ലാസ്റ്റ് ഇങ്ങോട്ട് ചെയ്യാം. I ഗ്രേറ്റർ ദാൻ T ആവുന്നത് വരെ I മൈനസ് മൈനസ്
പിടികിട്ടിയല്ലോ. അതായത് ഇപ്പൊ ഇത് വർക്ക് ചെയ്യുമ്പോ പറഞ്ഞുതരാം. ഇപ്പൊ എന്താണ്, ഐയുടെ വാല്യൂ ആദ്യം 9-ലായിരിക്കും. സോറി, പി അല്ല, പൊസിഷൻ എന്നാണല്ലോ ഞാൻ വേരിയബിൾ കൊടുത്തത്. ഞാൻ പി എന്ന് കൊടുത്തതെന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ എന്താണ്, ഐയുടെ വാല്യൂ ആദ്യം 9 ആണ്, ശരിയല്ലേ? 9 എന്ന് പറയുന്നത് പൊസിഷനിലേക്കാൾ ഗ്രേറ്റർ ആണോ എന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ തൊട്ട് അതിന്റെ മുമ്പത്തെ എലമെന്റിനെ എടുത്ത് ഇൻസേർട്ട് ചെയ്യുക. അതായത് ഇപ്പൊ എന്താണ്, അറേയുടെ ഇൻഡെക്സ് നിൽക്കുന്നത് pi = 9 എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ നമ്മുടെ ഇത് നിൽക്കുന്നത്, പൈട്രേറ്റ് നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ തൊട്ട് ഇതിന് തൊട്ട് മുമ്പത്തെ എലമെന്റിനെ എടുത്ത് ഇൻസേർട്ട് ചെയ്യണം, ശരിയല്ലേ? എന്നിട്ട് 8 ആകുമ്പോ എന്താണ്, 7-ൽ കിടക്കുന്ന എലമെന്റിനെ എടുത്ത് ഇൻസേർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് നമ്മുടെ അറേ ഓഫ് നമ്മുടെ ഇൻഡെക്സ്, അതായത് 9th ഇൻഡെക്സിലോട്ട് ഏതിനാണ് എടുത്തിടേണ്ടത്, അറേ ഓഫ് i-1. i-1 എന്ന് പറയുമ്പോൾ 9 - 1 8. 8th ഇൻഡെക്സിൽ തൊട്ട് മുമ്പത്തെ കിടക്കുന്ന ഇൻഡെക്സിലെ എലമെന്റിനെ ആ ഇൻഡെക്സിലോട്ട് ഇടണം. പിടികിട്ടിയല്ലോ. അപ്പൊ എന്നിട്ട് ഇത് ഐട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എലമെന്റ്സ് എല്ലാം ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ്, നമ്മുടെ ഇപ്പൊ നമ്മളിപ്പോ 4ാമത്തെ ഇൻഡെക്സ് ആണ് കൊടുത്തെങ്കിൽ ആ 4ാമത്തെ ഇൻഡെക്സ് ഇപ്പൊ വേക്കന്റ് ആയിട്ടാണ് കിടക്കുന്നത്. അവിടോട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ മേടിച്ച എലമെന്റിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെ? നമ്മൾ ഏതാ എലമെന്റിനെ വാങ്ങി വെച്ചിരിക്കുന്നത്, എന്ന് പറഞ്ഞ് വാങ്ങി വെച്ചിട്ടുണ്ട്, അതിനെ കൊടുക്കണം. അപ്പൊ നമ്മുടെ അറേ ഓഫ് പൊസിഷനകത്തോട്ട് നമ്മുടെ നമ്പറിനെ ഇട്ട് കൊടുക്കണം. പിടികിട്ടിയല്ലോ. പി ലൂപ്പ് മനസ്സിലായി കാണുമല്ലോ. ആദ്യം എന്താണ്, ഐയുടെ വാല്യൂ 9 ആണ്. 9 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പൊസിഷൻ ആണല്ലോ, അതെ. അങ്ങനെയാണ് 9th ഇൻഡെക്സിലോട്ട് അത് -1. 8th ഇൻഡെക്സിലെ എലമെന്റ് ഇടുക. വീണ്ടും ഐട്രേറ്റ് ചെയ്യുമ്പോൾ i- അല്ലേ, ഐയുടെ വാല്യൂ 8 ആവും. അപ്പൊ 8th ഇൻഡെക്സിലോട്ട് 8 - 1 7th ഇൻഡെക്സിലെ എലമെന്റ് വരും. മനസ്സിലായല്ലോ. ഇത് ഐട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ റൈറ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഫുൾ അല്ല, ആ ഇൻഡെക്സ് തൊട്ടുള്ളത്. പിടികിട്ടിയല്ലോ. ഇപ്പൊ ഗ്രേറ്റർ ദാൻ പൊസിഷൻ വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പൊസിഷൻ എത്തിക്കഴിയുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് വെളി വരും. പിടികിട്ടിയല്ലോ. അപ്പൊ 4th ആണ്, ഇപ്പൊ നമ്മൾ 4ാമത്തെ ഇൻഡെക്സിലാണ് എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ കൊടുത്തെങ്കിൽ ഗ്രേറ്റർ ദാൻ 4 ആവുന്നത് വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യും. എന്നിട്ട് ആ 4th പൊസിഷനിലോട്ട് നമ്മൾ മേടിച്ച നമ്പറിനെ ഇട്ട് കൊടുക്കും. ഇനി എന്താണ്, ഇത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പൊ സിസ് ഔട്ടിനകത്ത് മോഡിഫൈഡ് അറേ, നമുക്ക് മോഡിഫൈഡ് അറേ അല്ലേ പ്രിന്റ് ചെയ്യേണ്ടത്, കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണ്, ഫോർ ലൂപ്പ് വെച്ചിട്ടല്ലേ. അപ്പോ 4 int i = 0, i less than array.length i ++ കൊടുക്കുക. എന്നിട്ട് സിസ് ഔട്ട് കൊടുത്തിട്ട് നമ്മുടെ അറേ ഓരോ ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ട് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓരോ എലമെന്റ് കഴിഞ്ഞ് സ്പേസ് ഇട്ട് പ്രിന്റ് ചെയ്യാണ്. എല്ലാം ഞാൻ മാറ്റി ഒറ്റ ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ, എന്റർ എലമെന്റ്സ് 1 2 3 4 5 6 7 8 9 10 കൊടുത്തു. എന്റർ വിച്ച് പൊസിഷൻ, ഏത് പൊസിഷനകത്തോട്ടാണ് നമുക്ക് എലമെന്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോ കൊടുക്കുകയാണ് 3rd പൊസിഷൻ കൊടുത്തു. എന്റർ നമ്പർ ടു ബി ഇൻസേർട്ടഡ്, 3ാമത്തെ പൊസിഷനിൽ എനിക്ക് 33 വേണ്ടത്. ദാ മോഡിഫൈഡ് അറേ എന്ന് പറയുന്നത് 1 2 3 കഴിഞ്ഞിട്ട് നമ്മുടെ 4th പൊസിഷനിൽ 33 വന്നു. അത് കഴിഞ്ഞ് 4 5 6 7 8 9 അവസാനം കിടന്ന് 10 അങ്ങ് പോയി. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ വേക്കന്റ് വന്ന പൊസിഷനിലോട്ട് എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.